ആരാണ് കാരണക്കാരെന്നുള്ള അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യം പരിശോധിക്കണം. എന്നാലും അതിർത്തിയിൽ തോക്കുകൾ നിശബ്ദമാകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തെന്നില്ലാത്ത ഒരു ആശ്വാസം നമുക്ക് പകരും. ഒരു യുദ്ധകാല സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാഷ്വാലിറ്റികൾ ക്ഷണിച്ചു വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദിവസം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ദിവസം തന്നെയാണ്. അതിർത്തിയിൽ വെടിനിർത്തലാണ്. 64 മണിക്കൂർ നീണ്ട സംഘർഷഭരിതമായ സാഹചര്യത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യ പാക് വെടിനിർത്തലിന് ധാരണയായി. പാകിസ്ഥാന്റെ സൈനിക നടപടിയുടെ മേധാവി ഇന്ത്യയുടെ DGMOയെ വിളിച്ച് വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം. വെടിനിർത്തൽ ധാരണയ്ക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മാധ്യസ്ഥം വഹിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഉയർന്നു വന്നെങ്കിലും ഇന്ത്യ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. अटैक हुआ है नूर खान बेस पे बिल्कुल घर के सामने अभी एक പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ഈ മാസം 7-ന് പുലർച്ചെ ആക്രമിച്ചത്. ഇതിനുശേഷം മേഖലയിൽ പലതവണ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വന്നു. ഇന്ത്യക്ക് തിരിച്ചടിയെന്നോണം അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തി. ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടിയും നൽകി. സംഘർഷ സാഹചര്യമുണ്ടായി 64 മണിക്കൂറിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചുവെന്ന വിവരം ആദ്യം അറിയിച്ചത്. സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. തൊട്ടുപിന്നാലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചയുടെ വിശദാംശങ്ങളും എക്സ്പോസിൽ പങ്കുവച്ചു. ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരുമായും വിദേശകാര്യമന്ത്രിമാരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കഴിഞ്ഞ 48 മണിക്കൂറായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്താൻ തീരുമാനിച്ചുവെന്നും റൂബിയോ അറിയിച്ചു. ധാരണ ശരിവെച്ച് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ എക്സിൽ പോസ്റ്റിട്ടു. തൊട്ടുപിന്നാലെ ഏവരും പ്രതീക്ഷിച്ച തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി രാജ്യത്തെ അറിയിച്ചു. പാക് സൈനിക ഓപ്പറേഷൻ മേധാവി 3:35-ന് വെടിനിർത്തൽ അഭ്യർത്ഥിച്ച് ഇന്ത്യൻ സൈനിക ഓപ്പറേഷൻസ് മേധാവിയെ ഫോണിൽ വിളിച്ചതോടെ ധാരണ രൂപപ്പെട്ടു. Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. അതിർത്തിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് വെടിനിർത്താനുള്ള തീരുമാനം. അതേസമയം ഭാവിയിലും ഏതൊരു ഭീകരപ്രവർത്തനവും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ്. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.